താരം. ചക്ക സീസണൊക്കെ അല്ലേ? ചക്കയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗമുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ചക്കക്കുരു വെച്ചിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചക്കക്കുരു കുറച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചക്കക്കുരു വെച്ചിട്ട് തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചക്കക്കുരു പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വച്ചിരിക്കുകയാണ്. കുക്കറിൽ ഏതാണ്ട് ഒരു വിസിലടിക്കുമ്പോഴത്തേക്കും നമുക്കത് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടോടെ തന്നെ അതിൻ്റെ വെള്ളം വാർന്ന് കളയാൻ വേണ്ടിയിട്ട് ഒരു വാലയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദേ അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ സമയം ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടുവായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുകും അതേപോലെ തന്നെ വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. നമ്മുടെ ചക്കക്കുരു ഞാൻ മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കരണ്ടി വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് വേണ്ടിയുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഒരു 1/2 ഗ്ലാസ് തേങ്ങയും ജീരകവും പച്ചമുളകും ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒതുക്കി എടുത്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്കിത് നമ്മുടെ ചക്കക്കുരു തോരനിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് സമയത്തേക്ക് നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തത് അടച്ചു വയ്ക്കാം. അപ്പോഴത്തേക്ക് അരപ്പൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു തോരൻ ഏതാണ്ട് വെന്ത റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.